ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് പോൽക്കാലം ദൈവം തമ്പുരാൻ നമുക്ക് തരുന്ന ഈ ദൈവത്തെ സ്തുതിക്കുവാൻ തന്ന ഈ നല്ല സമയത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഒരു ദിവസം കൂടി ദൈവം നമുക്ക് തന്നു, നമ്മളെ അനുഗ്രഹിച്ചു, നമ്മളെ കാത്തു പരിപാലിച്ചു. അതിനായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ നമുക്കിരിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ദൈവം നമ്മെ കേൾപ്പിച്ചു, ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ നാമും വിശുദ്ധരായിരിക്കണമെന്ന്. എങ്ങനെയാണ് നാം വിശുദ്ധീകരിക്കേണ്ടത് എന്ന് അല്പം കൂടി നമുക്ക് ദൈവസന്നിധിയിൽ ആഴത്തിലേക്ക് ഇറങ്ങി ചിന്തിക്കാം. പത്രോസിൻ്റെ ഒന്നാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 15-ാം വചനം കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചതാണ്. അവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോൾ ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന വ്യക്തികളും വിശുദ്ധരായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. അപ്പോൾ അനുസരണമില്ല എങ്കിൽ നമ്മുടെ എല്ലാ നടപ്പിലും വിശുദ്ധരാകണമെങ്കിൽ എല്ലാ കാര്യത്തിലും അനുസരണമുള്ളവരായിരിക്കണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. അവിടുത്തെ വചനം നോക്കി, നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പം ദൈവം വിശുദ്ധൻ എങ്ങനെയായിരിക്കുന്നു? അങ്ങനെ ആകണമെങ്കിൽ ഒന്നാമത് നമ്മൾ അനുസരിക്കുന്നവരായിരിക്കണം. രണ്ടാമത് നമ്മൾ എല്ലാ നടപ്പിലും നമ്മെ തന്നെ വിശുദ്ധീകരിക്കുവാൻ നോക്കണം. എല്ലാ നടപ്പിലും, എല്ലാ വാക്കിലും, എല്ലാ പ്രവൃത്തിയിലും, എല്ലാ നോട്ടത്തിലും നാം നമ്മെ തന്നെ വിശുദ്ധീകരിക്കുന്നവരായിരിക്കണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് ഒരു വഴിയിൽ നമ്മൾ വിശുദ്ധരായിരിക്കും. പ്രാർത്ഥിക്കുമ്പോൾ മാത്രം, പാടുമ്പോൾ മാത്രം, അല്ലെങ്കിൽ ആരാധന സ്ഥലത്ത് എത്തുമ്പോൾ മാത്രം വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. നാം ഏത് പ്രവൃത്തിയിലും, എപ്പോൾ സംസാരിക്കുമ്പോഴും, എപ്പോഴും നാം വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് നാം ആയിരിക്കണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ലേവ്യ പുസ്തകം നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചു. 11-ാം അധ്യായത്തിൻ്റെ 44-ാം വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധരായിരിക്കണം. അപ്പം നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധരായിരിക്കണം എന്ന് ദൈവം തമ്പുരാൻ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്പോൾ നാം നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധരാകുമ്പോഴാണ് ബാക്കി വിശുദ്ധീകരണം ദൈവമാണ് ചെയ്യുന്നത്. നാം നമ്മെ തന്നെ വിശുദ്ധീകരിക്കുന്നില്ല എങ്കിൽ നമ്മളെ ദൈവം വിശുദ്ധീകരിക്കില്ല. ദൈവം വിശുദ്ധീകരിക്കുന്നില്ല എങ്കിൽ നമ്മുടെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും വരികയില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നു, പാടുന്നു എങ്കിലും നമ്മുടെ സ്വഭാവത്തിന്, നമ്മുടെ വാക്കുകൾക്ക്, നമ്മുടെ രീതികൾക്ക് മാറ്റം വരുന്നില്ല എങ്കിൽ ദൈവം നമ്മെ വിശുദ്ധീകരിക്കുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വിശുദ്ധി ആവശ്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് ദൈവസന്നിധിയിൽ കൊടുക്കണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. ലേവ്യ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുകയാണ്, നീ ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും പറയേണ്ടത് എന്തെന്നാൽ, നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. നിങ്ങൾ ഓരോരുത്തൻ താൻ്റെ അമ്മയെയും അപ്പനെയും ഭയപ്പെടണം. എൻ്റെ ശബത്തുകൾ പ്രമാണിക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു.
വിഗ്രഹങ്ങളുടെ അടുക്കലേക്ക് തിരിയരുത്. ദേവന്മാരെ നിങ്ങൾക്ക് വാർത്തുണ്ടാക്കരുത്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. യഹോവയ്ക്ക് സമാധാനയാഗം അർപ്പിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് പ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം അർപ്പിക്കണം. അപ്പം ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും യാഗം അർപ്പിക്കുന്നു എങ്കിൽ നമുക്ക് പ്രസാദം ലഭിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് യാഗം അർപ്പിക്കണം എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ദൈവത്തിന് ഏതാണ്ട് വേണമെന്ന് വിചാരിച്ച് ദൈവത്തിന് യാഗമർപ്പിക്കുന്നവരാണ് നമ്മൾ. ദൈവത്തിന് നമ്മുടെ യാഗത്തിൻ്റെ ആവശ്യമില്ല. ഇവിടെ പറയുകയാണ്, യഹോവയ്ക്ക് സമാധാനയാഗം അർപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് പ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം അർപ്പിക്കണം. നോക്കിക്കേ, നമുക്ക് ദൈവപ്രസാദം ലഭിക്കാനാണ് നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുകയും നാം ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തെ ആരാധിക്കുകയോ ഒക്കെ ചെയ്യുന്നത് നമുക്ക് ദൈവത്തിൻ്റെ പ്രസാദം ലഭിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ദൈവത്തിന് നമുക്ക് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് വേണ്ടിയാണ് നാം യാഗമർപ്പിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടായിട്ട്, ഇത് എൻ്റെ യാഗം ദൈവം സ്വീകരിച്ചിട്ട് എന്നോട് പ്രസാദിക്കണം, അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ തന്നെ വിശുദ്ധീകരിക്കുവാനായിട്ട് ദൈവം നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് നാം വിശുദ്ധീകരിച്ചിട്ടാണോ യാഗമർപ്പിക്കുന്നത് എന്നുള്ളതാണ് നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യേണ്ടത് എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. 20-ാം അധ്യായത്തിൻ്റെ ലേവ്യാപുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വചനം പറയുകയാണ്, നിങ്ങൾ എനിക്ക് വിശുദ്ധരായിരിക്കണം. യഹോവയായ ഞാൻ വിശുദ്ധനാകൊണ്ട് നിങ്ങളും എനിക്ക് വിശുദ്ധരായിരിക്കണം. നിങ്ങൾ എനിക്കുള്ളവരായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു. ദൈവത്തിനുള്ളവരായിരിക്കണം എങ്കിൽ നാം വിശുദ്ധരായിരിക്കണം. ദൈവത്തിൻ്റേതായി മാറണമെങ്കിൽ നാം വിശുദ്ധരായിരിക്കണം. നമ്മുടെ പ്രാർത്ഥനയല്ല വിശുദ്ധീകരണം എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ നടപ്പിലും എല്ലാ പ്രവൃത്തിയിലും എല്ലാ വാക്കിലും എല്ലാ നോട്ടത്തിലും വിശുദ്ധി ഉണ്ടാകണം. എന്നാൽ മാത്രമേ ദൈവത്തിൻ്റെതായി നമ്മൾ മാറുകയുള്ളൂ എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. സ്തോത്രം. 21-ാം അധ്യായത്തിൻ്റെ 8-ാം വചനം കൂടി വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്, അതുകൊണ്ട് നീ അവനെ ശുദ്ധീകരിക്കണം. അവൻ നിന്റെ ദൈവത്തിന് ഭോജനം അർപ്പിക്കുന്നവനാകയാൽ നീ അവനെ ശുദ്ധീകരിക്കണം. അവൻ നിനക്ക് വിശുദ്ധനായിരിക്കണം. നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയായ ഞാൻ വിശുദ്ധനാകുന്നു. അപ്പോൾ ദൈവമാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത്. നാം നമ്മെ തന്നെ ശുദ്ധീകരിച്ച് ദൈവസന്നിധിയിൽ കൊടുക്കുമ്പോൾ ദൈവം നമ്മെ ശുദ്ധീകരിക്കാൻ തുടങ്ങും. പിന്നെ അവിടെ ഒരു കാര്യം പറയുന്നത് നോക്കിയേ, പുരോഹിതൻ്റെ മകൾ ദുർനടപ്പ് ചെയ്തു തന്നെത്താൻ അശുദ്ധമാക്കിയാൽ അവൾ തൻ്റെ അപ്പനെ അശുദ്ധനാക്കുന്നു. അവളെ തീയിലിട്ട് ചുട്ടുകളയണം. നോക്കിക്കേ, ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു മക്കൾ മുഖാന്തരം അപ്പൻ അമ്മമാർ അല്ലെങ്കിൽ പുരോഹിതന്മാർ അശുദ്ധരായി തീരുന്നു എങ്കിൽ, എന്നുവെച്ചാൽ ഒരു വ്യക്തി മുഖാന്തരം മറ്റൊരു വ്യക്തി അശുദ്ധമായി തീരുന്നുവെങ്കിൽ ആ വ്യക്തിയെ അശുദ്ധമാക്കിയ വ്യക്തിയെ ചുട്ടുകളയണമെന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത്. തീയിലിട്ട് ചുട്ടുകളയണം. അപ്പോൾ നമ്മുടെ വാക്കിനാൽ നമ്മുടെ പ്രവൃത്തികളാൽ ഒരു വ്യക്തി അശുദ്ധമായി തീരുന്നു എങ്കിൽ നമുക്ക് ശിക്ഷയുണ്ട് എന്ന് ദൈവം നമ്മെ അവിടെ നിന്ന് പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നാം മുഖാന്തരം മറ്റൊരു വ്യക്തി അശുദ്ധമായി തീരുവാൻ ഇടയാകരുത് എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ആയാൽ അശുദ്ധനാക്കിയ വ്യക്തിക്ക് ശിക്ഷയുണ്ട് എന്ന് ദൈവവചനം പറയുന്നു. ആവർത്തന പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വചനത്തിൽ പറയുകയാണ്,
നിന്റെ ദൈവമായ യഹോവ നിന്നെ രക്ഷിപ്പാനും ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരുവാനും നിന്റെ പാളയത്തിൻ്റെ മധ്യേ നടക്കുന്നു. നിങ്ങൾ വൃത്തികേട് കണ്ടിട്ട് അവൻ നിന്നെ വിട്ടകലാതിരിപ്പാൻ നിന്റെ പാളയം ശുദ്ധിയുള്ളതായിരിക്കണം. നോക്കിക്കേ, അവിടെ എന്താണ് ദൈവം പറയുന്നത്? നിന്റെ ദൈവമായ യഹോവ നിന്നെ രക്ഷിപ്പാനും ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരുവാനും നിന്റെ പാളയത്തിൻ്റെ മധ്യേ നടക്കുന്നു. അപ്പം ദൈവം നമ്മുടെ കൂടെ നടക്കുകയാണ്. എന്തിന്? നമ്മളെ രക്ഷിക്കാൻ, നമ്മുടെ ശത്രുക്കളെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു തരാൻ. പിന്നെ പറയാണ്, ദൈവം നമ്മുടെ മധ്യേ പാളയത്തിൽ നടക്കുമ്പോൾ നിങ്ങൾ വൃത്തികേട് കണ്ടിട്ട് അവൻ നിന്നെ വിട്ടകലാതിരിപ്പാൻ നിന്റെ പാളയം ശുദ്ധിയുള്ളതായിരിക്കണം. ദൈവം നടക്കുന്ന സ്ഥലം, ദൈവം വരുന്ന സ്ഥലം, ദൈവം വസിക്കുന്ന സ്ഥലം ശുദ്ധിയുള്ളതായിരിക്കണം. ശുദ്ധിയില്ലാത്തടത്ത് ദൈവം വസിക്കുകയില്ല എന്ന് ദൈവവചനം പറയുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ വിശുദ്ധി നോക്കിയാണ് ദൈവം നമ്മുടെ അടുത്തേക്ക് വന്ന് വസിക്കുന്നത്. നാം എത്രത്തോളം വിശുദ്ധിയുള്ളവരാണ് എന്ന് നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും നമ്മളിൽ എത്രത്തോളം വിശുദ്ധിയുണ്ട് എന്നുള്ളത്. എബ്രായ ലേഖനം 12-ാം അധ്യായം 14-ാമത്തെ വചനത്തിൽ പറയുകയാണ്, 12:14 പറയുന്നു, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കുക. അപ്പോൾ ഒരു വ്യക്തിയോട് ഒരു വാക്കിലോ പ്രവൃത്തിയിലോ സമാധാനത്തിൽ പറയുന്നില്ല, സമാധാനം ഉണ്ടാക്കുന്നില്ല എങ്കിൽ അവിടെ ശുദ്ധീകരണം നഷ്ടപ്പെടുന്നു, അശുദ്ധനാകുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കാൻ ഉത്സാഹിപ്പീൻ. അപ്പോൾ സമാധാനത്തിൻ്റെ വാക്കുകളില്ലാതെ നമ്മുടെ വാക്കുകളാൽ മറ്റുള്ളവരുടെ സമാധാനം കൂടെ കെടുത്തുന്ന രീതിയിലാണ് നമ്മളുടെ വാക്കുകളെ എങ്കിൽ നാം വിശുദ്ധി നഷ്ടപ്പെട്ടവരാണ്, നമ്മുടെ വിശുദ്ധി നഷ്ടപ്പെടുന്നു എന്നവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കാൻ ഉത്സാഹിപ്പീൻ. നോക്കിക്കേ, ഞാൻ വിശുദ്ധനാണ്, ഞാൻ വിശുദ്ധീകരിച്ച് ജീവിക്കുന്നവനാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നവനാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു വ്യക്തിയോട് സമാധാനത്തിൽ സംസാരിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ അവിടെ നിന്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ശുദ്ധീകരണം കൂടാതെ ഒരു വ്യക്തിക്കും കർത്താവിനെ കാണാൻ കഴിയത്തില്ല. നമ്മുടെ ശുദ്ധീകരണം നഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്? എല്ലാവരോടും സമാധാനം ആചരിക്കണം എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ആ സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കുന്നവരായിരിക്കണം. അപ്പോൾ ഈ ആചാരം എന്ന് പറയുന്നത് നമുക്കറിയാം, അത് എന്നും അത് വീണ്ടും ചെയ്യുന്നതാണ് ഈ ആചാരം എന്ന് പറയുന്നത്. അപ്പോൾ സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കണം. നമ്മൾ നമ്മുടെ കർത്താവിനെ കാണുവാൻ നാം ആഗ്രഹിക്കുന്നെങ്കിൽ, കർത്താവിനോട് ചേർന്നിരിപ്പാൻ, അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ നാം ആഗ്രഹിക്കുന്നെങ്കിൽ ശുദ്ധീകരണം വേണം എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം എത്രത്തോളം വിശുദ്ധി ഉണ്ട് എന്നുള്ളത് നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കുക. നമ്മുടെ വാക്ക് സമാധാനമില്ലാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ശുദ്ധീകരണമുള്ള വ്യക്തിയല്ല എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. 11-ാമത്തെ അധ്യായത്തിൽ എബ്രായ ലേഖനം 11:7 വചനത്തിൽ ഇങ്ങനെ പറയുകയാണ്, വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി
ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു, വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. അപ്പം ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു നോഹ. അപ്പം ദൈവത്തോടുള്ള ഭയഭക്തിയോട് ജീവിക്കുമ്പോൾ അവിടെ നാം ഭയഭക്തിയോട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിൻ്റെ രക്ഷ ആ വ്യക്തിയിൽ കൂടി നടക്കും എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നോഹ ദൈവിക ഭക്തിയോടും ഭയത്തോടും കൂടി ജീവിച്ച് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് കാരണമായി തീർന്നു. അതുപോലെ നാമും നമ്മുടെ സമാധാനം ആചരിച്ച് ജീവിച്ച് നാം ഭയവും ഭക്തിയുമുള്ള ഒരു വ്യക്തിയായി ദൈവത്തെ ഭയവും ദൈവത്തോടുള്ള ഭക്തിയും ഉണ്ടെങ്കിൽ കുടുംബത്തിൻ്റെ രക്ഷ നടക്കും. കുടുംബത്തിലെ ഓരോ വ്യക്തിയുടെയും രക്ഷ നടക്കും എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം എത്രത്തോളം ഭയഭക്തിയുള്ള ഒരു വ്യക്തിയാണ് എന്ന് നമ്മെ ഒന്ന് ശോധന ചെയ്ത് നോക്കിയേ. നാം എത്രത്തോളം സമാധാനം ആചരിക്കുന്ന വ്യക്തിയാണ് എന്ന് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നോക്കിക്കേ. എന്നാൽ മാത്രമേ ഞാൻ ശുദ്ധീകരണമുള്ള ഒരു വ്യക്തിയും നാം രക്ഷ പ്രാപിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയും നമ്മുടെ കുടുംബത്തിന് രക്ഷ ഒരുക്കി കൊടുക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിയുമായി മാറുകയുള്ളൂ എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കും. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുകയാണ്. 2:38 പറയുന്നു, പത്രോസ് അവരോട്, നിങ്ങൾ ഓരോരുത്തൻ പാപങ്ങളുടെ മോചനത്തിനായി മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തിയ ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ നാം എന്തിനാണ് ശുദ്ധീകരിക്കുന്നത്? നാം എന്തിനാണ് സമാധാനം ആചരിക്കുന്നത്? നാം എന്തിനാണ് ഭയഭക്തി കൊണ്ട് ജീവിക്കുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുവാൻ. അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ആ വാഗ്ദാനത്തെ പ്രാപിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തുവാൻ വേണ്ടിയാണ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനം നമ്മളിൽ എത്തുമ്പോൾ മാത്രമേ പൂർണ്ണ രീതിയിൽ നമുക്ക് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ കഴിയുകയുള്ളൂ. വിശുദ്ധ ജീവിതം നയിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച് നമുക്ക് ദൈവിക പ്രസാദം പ്രാപിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ഒരുക്കണം. അപ്പോൾ നോക്കിക്കേ, ഈ വാഗ്ദാനം ആർക്കൊക്കെ വേണ്ടിയാണ്? നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും വേണ്ടിയാണ് കർത്താവ് വാഗ്ദാനം തന്നിരിക്കുന്നത്. നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ. ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന, ദൂരത്ത് നിൽക്കുന്ന എല്ലാവർക്കും വേണ്ടി ദൈവിക വാഗ്ദത്തമാണ് പരിശുദ്ധാത്മാവിൻ്റെ ദാനം. അതുകൊണ്ട് നമ്മെ വിശുദ്ധീകരിച്ചു കൊടുക്കാതെ പരിശുദ്ധാത്മാവിൻ്റെ ദാനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ എത്രത്തോളം വിശുദ്ധിയുള്ളവരാണ് എന്നുള്ളതാണ് നമ്മെ തന്നെ പരിശോധിക്കേണ്ടത്. നമ്മുടെ ജീവിതം വിശുദ്ധീകരിച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? വെളിപാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 22-11 നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, പ്രവചനം മുദ്രയിടരുത്, ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്, അനീതി ചെയ്യുന്നവൻ ഇനി അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനി അഴുക്കാകട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ, ഇതാ ഞാൻ വേഗം വരുന്നു. അപ്പോൾ വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കും. വിശുദ്ധനല്ലാത്തവൻ എന്നും അശുദ്ധിയിലേക്ക് തിരിഞ്ഞുകൊണ്ടേയിരിക്കും.
വിശുദ്ധന് മാത്രമേ തന്നെത്താൻ വിശുദ്ധീകരിച്ച് വീണ്ടും വീണ്ടും വിശുദ്ധീകരിച്ച് ജീവിക്കുവാൻ കഴിയുള്ളൂ. ഒരു ദിവസം വിശുദ്ധീകരിച്ചിട്ട് അടുത്ത ദിവസം വിശുദ്ധി നഷ്ടപ്പെടുത്തുന്നവൻ വിശുദ്ധനല്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ദൈവസന്നിധിയിൽ അഴുക്കുള്ളവനായി ജീവിക്കുവാനിടയാകാതെ, അനീതി ചെയ്യുന്നവനായി ജീവിക്കുവാനിടയാകാതെ, ഒരു നീതിമാനായി, ഒരു തന്നെത്താൻ വിശുദ്ധീകരിച്ച് ജീവിക്കുന്നവനായി ജീവിപ്പാൻ ഇടയായി തീരണം. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ പോകുവാൻ തക്കവണ്ണം നാം ഒരുക്കത്തോടെ ആയിരിക്കണം എന്ന് ദൈവം നമുക്ക് ഇന്ന് ആഹ്വാനം തരികയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തണമെങ്കിൽ, കർത്താവിൻ്റെ വരവിൽ നാം എടുക്കപ്പെടണമെങ്കിൽ നാം വിശുദ്ധരായിരിക്കണം. വിശുദ്ധി നഷ്ടപ്പെട്ട ആ നിമിഷത്തിലായിരിക്കാം കർത്താവിൻ്റെ വരവെങ്കിൽ നാം എടുക്കപ്പെടുകയില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. സങ്കീർത്തന പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 4-ാം വചനത്തിൽ പറയുന്നു, യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ സ്തുതി പാടുവീൻ, അവൻ്റെ വിശുദ്ധനാമത്തിന് സ്തോത്രം ചെയ്യുവീൻ. വിശുദ്ധി ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാതെ തന്നെ സ്തുതി പാടുന്ന അവസ്ഥകളുണ്ട്. അതുകൊണ്ട് ആ സ്തുതി കൊണ്ട് ദൈവം പ്രസാദിക്കുകയില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. യഹോവയുടെ വിശുദ്ധന്മാരുടെ സ്തുതിയാണ് ദൈവത്തിന് വേണ്ടുന്നത്. അവൻ്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം പറയുവീൻ. സ്തോത്രം ചെയ്യാൻ വിശുദ്ധ നാമത്തെ വിശുദ്ധിയോടുകൂടി സ്തോത്രം ചെയ്യണം എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം എത്ര വിശുദ്ധനാണ് എന്നുള്ളത് നമുക്ക് തന്നെ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാൻ ദൈവം തമ്പുരാൻ ഈ വചനങ്ങൾ നമുക്ക് തരികയാണ്. അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഇനിയും താമസിക്കുന്നത് എന്ത്? എഴുന്നേറ്റ് കർത്താവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളക എന്ന് പറഞ്ഞു. അപ്പോൾ താമസിക്കരുത്. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുവാൻ ഇടയായി തീരണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. റോമാലേഖനം നമ്മൾ വായിക്കുമ്പോൾ 8-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വചനം, റോമർ 8-ന്റെ 26-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുകയാണ്, അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷാവാദം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷാവാദം ചെയ്യുന്നതുകൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. നോക്കിക്കേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആർക്കു വേണ്ടിയാണ് പക്ഷാവാദം ചെയ്യുന്നത്? ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷാവാദം ചെയ്യുന്നു. വിശുദ്ധിയില്ലാത്തവർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം ആത്മാവ് പക്ഷാവാദം ചെയ്യുകയില്ല. ആത്മാവ് പക്ഷാവാദം ചെയ്യുന്നത് വിശുദ്ധർക്ക് വേണ്ടി മാത്രമാണ് എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നാം വിശുദ്ധിയില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. 8-ാം അധ്യായത്തിൽ റോമർ 8-ന്റെ 9 ഇങ്ങനെ പറയാണ്, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിച്ചതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. ഇപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവില്ലാത്തതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നും പോയി നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ, പഴയ നിയമത്തിലെ പോലെ വന്നും പോയി നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ നമുക്ക് വിശുദ്ധിയുടെ ജീവിതം ജീവിക്കുവാൻ കഴിയുകയില്ല.
അതുകൊണ്ടാണ് ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിച്ചത്, സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കണമേ എന്ന്. ആത്മാവ് സ്ഥിരമായി എന്നിൽ നിൽക്കുവാനും സമാധാനം കണ്ടെത്തുവാനും എല്ലാവരോടും സമാധാനം ആചരിക്കുവാനും ഉത്സാഹിച്ച് വിശുദ്ധി കണ്ടെത്തുവാൻ, ഭയഭക്തിയോടുകൂടി ദൈവസന്നിധിയിൽ നിൽപ്പാൻ, വിശുദ്ധനിനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ എന്നുള്ള വചനപ്രകാരം നാം നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയായി തീർന്നെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ വരവിൽ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ എടുക്കപ്പെടുവാൻ നമുക്ക് യോഗ്യതയുണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ഞാൻ വിശുദ്ധനാകുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്നുള്ള ദൈവശബ്ദം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ചെവികളിൽ എപ്പോഴും മുഴങ്ങിക്കേൾക്കുവാനും നാം എന്നും ഓരോ നിമിഷത്തിലും നമ്മെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് ജീവിപ്പാനും ഇടയായിത്തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചനത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. പൂർണ്ണമായിട്ടും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഈ വചനങ്ങളാൽ ദൈവം തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.